ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നമ്മൾ 20 പേര് പുറത്തിരുത്തിയിട്ടാണല്ലോ എപ്പിസോഡ് തുടങ്ങിയത്. അപ്പൊ രണ്ടാമത്തെ എപ്പിസോഡിൽ ആ 20 പേരെയും ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്കും ഇതേപോലെ ഫസ്റ്റ് എപ്പിസോഡിൽ കൊടുത്ത പോലെ മൂന്ന് ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്കും ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കിൽ 3 ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ജസ്റ്റ് സെർവ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടൊരു പൂജ വന്നിട്ട് ഭയങ്കര സീനൊക്കെ ആക്കിയിരുന്നു. അപ്പൊ രഞ്ജിനിയും ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, അതൊക്കെ അങ്ങനെ സോൾവ് ചെയ്ത് വിട്ട് ലാസ്റ്റ് ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ആദ്യത്തെ ടാസ്ക് കൊടുത്തപ്പോ അത് ജയിച്ചത് നമ്മുടെ മച്ചാനാണ്, നമ്മുടെ എറണാകുളം സ്വദേശിയായിട്ടുള്ള രാകേഷ് ജേക്കബ് മച്ചാൻ. ബിഗ് ബോസ് മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ ടാസ്ക് ഉണ്ടായി. രണ്ടാമത്തെ ടാസ്കിലും ഒരു ടാഷി ജയിച്ചു. ടാഷി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, കണ്ടസ്റ്റന്റ് ജയിച്ചു. അതില് രഞ്ജിനൊരു സെക്കൻഡ് ചാൻസ് കൊടുത്താണ് അവർക്ക്. അവരത് വേണ്ടെന്ന് വെച്ചിട്ട് അവർ ജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഓക്കെ, എന്നാൽ ടാഷി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടാഷി ജയിച്ചു. വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ ഓപ്ഷൻ എടുക്കായിരുന്നു, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യായിരുന്നു ആര് ജയിക്കൂലെന്നൊക്കെ. അതൊക്കെ വേണമെന്ന് വെച്ചു. പിന്നെ തേർഡ് ടാസ്കിലും ശ്യാം എന്നൊരു കണ്ടസ്റ്റന്റ് നൈസായിട്ട് അവരവൻ്റെതായിട്ടുള്ള ഐഡിയ പൂർവ്വം നല്ല ഗെയിം കളിച്ചിട്ട് അവർ ജയിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രസമുണ്ട്, ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ പോകുന്നു. മൊത്തത്തിൽ അതിലുള്ള ജഡ്ജ്മെന്റ് പാനലും കുഴപ്പമില്ല. അഖിൽമാരാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത അറിവ് കാണുന്നവരെ ബൈ.